സിഗരറ്റ് ലൈറ്റ് പൊട്ടിത്തെറിച്ചതുവഴി ഉണ്ടായ അപകടമാണ്. അലി ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ടുള്ള അഡീബയുടെ സ്റ്റേറ്റ്മെന്റ്. ആസ്മ പിന്നെ അധികമൊന്നും ചോദിക്കാതെ അലിയെ വിളിച്ച് പുറത്തു വന്ന് സംസാരിക്കുന്ന വഴി അവർക്ക് വ്യക്തമായി അറിയാം അലിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ അവൾ പറഞ്ഞ കളവാണതെന്ന്. നീ എന്താ അവളെ കൊല്ലാൻ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞ് അലിയെ ശകാരിക്കുമ്പോൾ ജാൻവി ബെലയോട് മുമ്പുള്ള പെരുമാറ്റത്തിൽ ക്ഷമ ചോദിച്ച് രണ്ടുപേരും കുറച്ച് അയയുന്നതിനെ തുടർന്ന് ഒരു ഫ്രഷ് സ്റ്റാർട്ടെന്ന് പറഞ്ഞ് ഡിന്നറിന് വീട്ടിലേക്ക് വരാൻ വിളിക്കുന്നു ജാൻവി, മമ്മിയുടെ പ്ലാൻസിന്റെ പശ്ചാത്തലത്തിൽ. മകന്റെ ബ്രേക്കപ്പ് പ്ലാൻസ് അറിഞ്ഞ് അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും കൺട്രോളും പെണ്ണും പോവാതെ നോക്കാനുള്ള ആസ്മയുടെ അഡ്വൈസ് കേൾക്കുന്ന അലിക്ക് എന്നാൽ മനപ്രയാസവും. ബെല റൂമിലെത്തി അഡീബയുടെ മിറക്കൽ മുറിവുണങ്ങിയലിനെ പറ്റി അഹാനോട് പറഞ്ഞ ശേഷം ജാൻവി ഡിന്നറിന് ക്ഷണിച്ചതെക്കുറിച്ച് പറയുമ്പോൾ ജാൻവി എന്ന് കേട്ടപാടെ ഞാനും വരാൻ അഹാൻ പറയുന്നെങ്കിലും വേണ്ട, ഇതൊരവസരമാണ്. അവളുടെ അമ്മ താനുവിനെ കുറിച്ച് മാക്സിമം മനസ്സിലാക്കണമെന്നങ്ങനെ ബെല ഒരുങ്ങി ആ രാത്രി തന്നെ ഡിന്നറിന് തിരിക്കുകയാണ്. താനു, മക്കൾ ജാൻവി ആൻഡ് കൈ പ്ലസ് ഹസ്ബൻഡും താൻവിയുടെ അമ്മയുമാണ് വീട്ടിലുള്ളത്. മമ്മിയുമൊത്തുള്ള തന്റെ സ്മോൾ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞ ബെല നേരെ അവരുടെ ചുറ്റുപാട് ചോദിച്ച് എന്തുകൊണ്ടാണ് പഞ്ചഗിരിയിൽ നിന്നും ജോലി ആവശ്യത്തിനോ മറ്റൊന്നിനും പുറം നാട്ടിലേക്ക് പോകാത്തതെന്നൊക്കെ ചോദിച്ച് അവരെ കുറച്ച് വറീഡാക്കുന്നതിലും അവരത് നൈസായി ഡീൽ ചെയ്ത് ഡിന്നർ കഴിഞ്ഞ് ബേലയോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന താനു ഒടുവിൽ ആ സത്യം മനസ്സിലാക്കുന്നു. ബേല തന്റെ അമ്മയെന്ന് പറഞ്ഞ് താബുവിന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ അത് ശരിക്കും അവരുടെ ട്വിൻ സിസ്റ്ററാണ്, താബു ആൻഡ് താനു. ഇവർ ഇരട്ടകളാണെന്ന് ബേലയുടെ സംശയവും ക്ലിയർ ആവുന്നതോടെ പഞ്ചഗിരിയിലേക്കുള്ള വിലക്കിന്റെ കാരണം നിങ്ങളാണെന്നും അതിന്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നും തിരക്കുമ്പോൾ താനുവിന്റെ അമ്മയും അവിടെ എത്തി ബെല്ല തന്റെ കൊച്ചുമകളാണെന്ന് സത്യം മനസ്സിലാക്കുന്നു. ആ രാത്രി അവിടെ തങ്ങാൻ പറയുമ്പോൾ എന്നാൽ താനുവിന് അതൊട്ടും പിടിക്കുന്നില്ല. ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ ബേല അമ്മയുമായി വീണ്ടും റിസോർട്ടിൽ വിളിച്ച് അത്യാവശ്യമായി കോൺടാക്ട് ചെയ്യാൻ വോയിസ് മെസ്സേജ് അയക്കുന്നതിലും റെസ്പോൺസ് ഒന്നും തരാതിരിക്കുന്നതിൽ അവൾക്കും എന്തോ പന്തികേടുണ്ട്. ഇതേ സമയം മറ്റൊരു റൂമിലെ കോൺവോ വഴി ബേലയോടുള്ള താനുവിന്റെ ഇഷ്ടക്കേട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരേ സമയം ഒരേ പവറോട് ജനിച്ചെങ്കിലും താനുവിനേക്കാൾ താബുവിനോടാണ് അച്ഛനും എല്ലാവർക്കും കൂടുതൽ സ്നേഹമുണ്ടായിരുന്നത്. എന്നാൽ അച്ഛൻ മരണപ്പെട്ടപ്പോഴോ അമ്മയെ കാണാനോ ഇതുവരെ അവളെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്ന പരിഭവത്തിലുള്ള താനുവിനോട് അച്ഛൻ്റെ തന്നെ തീരുമാനമായിരുന്നില്ലേ ഈ വേർപിരിക്കലെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഒടുവിൽ ഇതെന്റെ വീടാണെന്ന് താനുവിന്റെ അമ്മ കടുപ്പിച്ച് പറഞ്ഞ് ബേലയെ ഗസ്റ്റ് റൂമിലാക്കാൻ കൈയിനെ ഏൽപ്പിക്കുന്നു. ആകെ പറയുടെ കാർത്തികനെ വിളിച്ച് അത്യാവശ്യമായി കാണണമെന്ന് താനു പറയുന്നെങ്കിലും അർദ്ധരാത്രിയായെന്നും ബഗ്ഗു മുമ്പ് നടന്ന സംഭവത്തിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്നും പറഞ്ഞ് ഒഴിയുമ്പോൾ താബുവിന്റെ മകൾ ഇവിടെ എത്തിയിരിക്കുന്നതായി പറയുന്നു. എന്നാൽ ഇത് കേട്ട് അതിശയിക്കുന്ന കാർത്തികിന്റെ മൈൻഡ് പോകുന്നത് വേറെ ആംഗിളിലാണ്. അവൾ എപ്പോഴാണ് പഞ്ചഗിരിയിൽ എത്തിയതെന്നൊക്കെ തിരക്കി താബുവിനും ഭവിഷ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയാകാം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന ഫിഫ്ത്ത് എലമെന്റ് എന്നൊക്കെ ഏകദേശം ഉറപ്പിച്ച് ഉടൻ തന്നെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ കൈയുടെ പെരുമാറ്റത്തിലും ഗസ്റ്റ് റൂമിലും കംഫർട്ടായി ബേല അഹാനെ വിളിച്ച് ഈ ചെറിയമ്മ ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ ജാൻവി എന്താ നടക്കുന്നതെന്ന് അറിയണമെന്ന് പറഞ്ഞ് താനുവിനടുത്തേക്ക് എത്തുകയാണ്. രാവിലെ മുതൽ ആ പെണ്ണ് പ്രശ്നമാണെന്നും രൺവീറിനെതിരെ ആദ്യം കംപ്ലൈന്റ് കൊടുത്തു. രാത്രി അഡീബയുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിട്ട് ആശുപത്രി വരെ എത്തിച്ചു. ഇപ്പോൾ ദേ മമ്മിയും ഗ്രാൻഡ്മയും വഴക്കിടുന്നു എന്നൊക്കെ പരിവയ്ക്കുന്ന ജാൻവിയോട് പാർട്ടിയിൽ വെച്ച് എന്താ സത്യത്തിൽ നടന്നതെന്ന് താനു തിരക്കുന്നു. അഡീബയെ കെയർ ചെയ്തുകൊണ്ടിരുന്ന സമയം റൺവീർ എത്തി വിളിച്ച് ഹീൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ബേല അവിടെ വലിയ കാര്യത്തിൽ ഫസ്റ്റ് എയ്ഡുമായി എത്തി മുറിവിലൊക്കെ ഓയിൽമെന്റ് പുരട്ടുകയായിരുന്നു എന്ന് ജാൻവി പറഞ്ഞുകൊണ്ടിരിക്കെ താനുവിനൊരു സംശയം. ബേല അഡീബയെ തൊട്ടായിരുന്നോ? അതായത് അവളുടെ കൈ മുറിവിൽ സ്പർശിച്ചായിരുന്നു. ജാൻവി ഒന്ന് പരിങ്ങി അതേ എന്ന് പറയുന്നതോടെ താനു ചാടി എണീറ്റിട്ട് കത്രികയെടുത്ത് കൈ മുറിച്ചിട്ട് അത് ഹീൽ ചെയ്യാൻ പറയുകയാണ്. ജാൻവി മുറിവിൽ സ്പർശിച്ച് ഹീൽ ചെയ്യാൻ നോക്കുന്നെങ്കിലും മുറിവുണങ്ങുന്നില്ല. ഇങ്ങനെ പേടിച്ച് പ്രഷർ നിൽക്കുമ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ ജാൻവി പറയുമ്പോൾ ആ ഒരു വലിയ യാഥാർത്ഥ്യം താനും മനസ്സിലാക്കിയ ഷോക്കിൽ പോയവരെടുത്തിരിക്കുവാണ്. ഒന്നും മനസ്സിലാവാതിരിക്കുന്ന ജാൻവിയോടായി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ വിചാരിക്കുന്ന കണക്കല്ല, നേരെ തിരിച്ചാണ് നടന്നിരിക്കുന്നത്. ബേലയെ നീ ഇവിടെ കൊണ്ടുവന്നതല്ല, മറിച്ച് അവൾ നിന്നെ കൊണ്ട് ഇവിടെ എത്തിച്ചതാണ്. അതേപോലെ അഡീബയെ ഹീൽ ചെയ്തതും ബേലയാണ്. അതെങ്ങനെ സാധിക്കുമെന്ന് സമ്മതിക്കാൻ നിൽക്കുന്ന ജാൻവിയും അറിയുകയാണ് തൻ്റെ കുടുംബത്തിലെ തൻ്റെ കസിനാണ് ബേലയെന്നത്. ജാൻവിയാണെന്ന് എല്ലാവരും കരുതുന്ന എർത്ത് എലമെന്റ് അത് ബേലയാണ്. ജാൻവിക്ക് എർത്ത് പവേഴ്സ് ലഭിച്ചതിന് ശേഷം താബുവിന്റെ കാര്യമേ വിട്ടുകളഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അപ്പിയർ ആയിട്ടുള്ള ഫിഫ്ത്ത് എലമെന്റ് ഇവിടെ എത്തിയിട്ടുള്ള ബേലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാർത്തികിന്റെ ഈ സംസാരം കേൾക്കുന്ന താനുവിനെന്നാൽ സത്യം തുറന്നു പറയണമെന്നുണ്ട്, പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന വാക്കുകൾ ഒതുക്കുന്നു. ബേല അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫിഫ്ത്ത് എലമെന്റ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കാർത്തിക് നിർദ്ദേശിക്കുന്നതിന് പുറകെ അവരുടെ മറുപടി ബേല ഫിഫ്ത്ത് എലമെന്റ് അല്ലെന്ന് ഞാൻ എന്തായാലും തെളിയിക്കും. അതുവഴി അവളെ തിരിച്ചയച്ചാൽ കുടുംബത്തിന് സമാധാനമാവും. അങ്ങനെ നെക്സ്റ്റ് മോർണിംഗിലെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ബേലയുടെ ബർത്ത്ഡേ ആണെന്ന് അറിയുകയാണ്, അതും താനുവിൻ്റെ വായിൽ നിന്നും. താനുവിന് ഇക്കാര്യം എങ്ങനെ അറിയായിരിക്കും? എന്തായാലും അവർ വേറെ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ വൈകിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നത് കേട്ട് അന്തിച്ച് നോക്കുന്ന ജാൻവിയോട് മുത്തശ്ശി അതിൻ്റെ ഡെക്കറേഷൻ ചെയ്യാൻ എക്സ്പെർട്ട് നീയാണെന്നും പറഞ്ഞ് ഏൽപ്പിക്കുന്നു. സഹായിക്കാൻ അഹാനും. അവൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ജാൻവിയെ കാണാൻ. ഹോസ്പിറ്റലിലിരുന്ന് കഴിഞ്ഞ രാത്രി ഉണ്ടായ പല കാര്യങ്ങളും ഓർത്തെടുക്കുന്ന വഴി അലിയിൽ നിന്നുണ്ടായ അസാധാരണ സംഭവങ്ങളും മനസ്സിലേക്ക് വരുന്ന അഡീബയെ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് പോകുന്നതിന് പിറകെ അലി പൂക്കളുമായി എത്തി ഒരു സോറി പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കുമ്പോൾ അഡീബ് ഒരു തന്ത്രം ഇറക്കുന്നു. അവൾക്ക് രാത്രി പാർട്ടിയിൽ കുളിച്ചു പൂസാന്റെ പേരിൽ അലിയുമൊത്ത് പാർട്ടിയിൽ എന്തോ സംസാരിച്ചതെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ എന്നും മുമ്പ് അലി വളരെ പേടിച്ചു നിന്നതുകൊണ്ടാണ് ആസ്മയോട് അങ്ങനെ കള്ളം പറഞ്ഞതെന്നും ധരിപ്പിക്കുന്നു. അലിയും ആകെ കൊഴിഞ്ഞു നിൽക്കെ ജാൻവി ഒരു പാർട്ടിയുണ്ടെന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന് കൊണ്ടുപോകാൻ വാശി പിടിക്കുന്നു.
ഇന്നലെ കണ്ടുമുട്ടികളുടെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ കൊണ്ടാടുന്നത് എന്തിനാണെന്ന് ചാടുന്ന ജാൻവിയെ മാറ്റി നിർത്തി താനു അവരുടെ പ്ലാനിനെക്കുറിച്ച് പറയുന്നു. താബുവിനും താനുവിനും ഒരുമിച്ച് പവർ കിട്ടിയ പോലെ ബേലയ്ക്കും തനിക്കും അങ്ങനെ കിട്ടില്ലേ എന്നാണ് ജാൻവിയുടെ സംശയം. പക്ഷേ കിട്ടില്ല, കാരണം അവർ ഇരട്ടകളല്ല. കാർത്തിക് മെഡാലിയനുമായി പാർട്ടിക്ക് വരുന്നുണ്ട്. 5 എലമെന്റ്സും ഒരുമിച്ച് കൂടുമ്പോൾ അത് ജ്വലിക്കുമെന്നാണ് അയാൾ കരുതുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല, കാരണം ജാൻവിക്ക് പവറില്ലല്ലോ. ബെല്ലയെ പോകാൻ വിടാതെ നിൽക്കുന്ന കാർത്തിക് ഉൾപ്പെടെയുള്ളവർക്ക് ഈ രഹസ്യം അറിയാത്തതുകൊണ്ട് മെഡാലിയൻ ജ്വലിക്കാതിരിക്കുമ്പോൾ 5th എലമെന്റ് ബെലയല്ലെന്നും കരുതും. അങ്ങനെയെങ്കിൽ അവളെ ഇവിടുന്ന് ധൈര്യമായി തിരിച്ചയക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് എല്ലാവരെയും മസ്റ്റായി രാത്രി വരുത്തണമെന്ന് പറയുന്നത് വഴി കഴിഞ്ഞ രാത്രിയിലെ സംഭവത്തിൽ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ബഗ്ഗുവിനെ ഉൾപ്പെടെ വന്നേ പറ്റുമെന്ന് നിർബന്ധിക്കുന്നു. നൈറ്റ് പാർട്ടി ടൈം. കുട്ടികളും പേരൻസും അവരുടെ ഫ്രണ്ട്സും എല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പാർട്ടി ആഘോഷിക്കുമ്പോൾ പേരൻസ് 5th എലമെന്റിനെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിൽ. മെഡാലിയനും കൊണ്ടുവന്നിട്ടുണ്ട് കാർത്തിക്. അങ്ങനെ കേക്ക് മുറിവും ഹാപ്പി മൊമെന്റ്സും ഒക്കെ കഴിഞ്ഞ് ഡാൻസും പാട്ടും ഒക്കെയായി താഴെ ആഘോഷം നടക്കുമ്പോൾ മുകളിൽ നിന്ന് താനുവിനും ആസ്മയ്ക്കും പരമിനുമൊപ്പം കാർത്തിക് ആ മെഡാലിയൻ പുറത്തെടുത്ത് അവരുടെ പ്രസൻസിനടുത്ത് വെച്ച് നീട്ടുവാണ്. എന്നാൽ അത് ഗ്ലോ ആകാതിരിക്കുന്നത് കണ്ട് കാർത്തിക് വറിയിടായി മാറി വന്ന് നിൽക്കുന്നു. ബേലയാണ് തൻ്റെ ഇത്രയും നാളത്തെ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് കരുതി സന്തോഷത്തിലായിരുന്നുവെന്നും പ്രതീക്ഷകളെല്ലാം മങ്ങിയെന്ന് പറഞ്ഞ് നിരാശനായി പോകാൻ ഒരുങ്ങുമ്പോൾ കാണാം മെഡാലിയൻ ജ്വലിച്ചു തുടങ്ങുന്നു. 4 കൂട്ടരും അതിശയത്തോടെ നോക്കി നിൽക്കെ 4 എലമെന്റ്സും ജ്വലിച്ച് 5th എലമെന്റ് എനർജിയിലേക്ക് കൂടിച്ചേർന്ന് പ്രവഹിക്കുന്നത് കാണുന്ന താനു താഴേക്ക് നോക്കുമ്പോൾ ജാൻവി ഡാൻസിൽ നിന്നും നടന്നകലുന്നത് കണ്ട് മെഡാലിയനിലേക്ക് കണ്ണുകൊണ്ടുവരുമ്പോൾ അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ജാൻവി ഇല്ലാതെ എർത്ത് എലമെന്റ് ജ്വലിക്കുന്നത് ഇവരറിഞ്ഞാൽ പ്രശ്നമാണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അത് പിടിച്ചു വാങ്ങി നേരെ ഉള്ളിലേക്ക് വരുന്നു. കുട്ടികൾ മുമ്പിൽ ഇങ്ങനെ പബ്ലിക്കായി വെച്ചാൽ അവർക്ക് സംശയം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആസ്മയും ഇതിനെ ശരിവയ്ക്കുമ്പോൾ 5th എലമെന്റ് അപ്പോൾ ഉണ്ടെന്നിപ്പോൾ വിശ്വാസമായില്ലെന്ന് കാർത്തിക്കും. രൺവീർ ഇതിനിടയ്ക്ക് അഹാന് തൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുന്നു. ഓൺലൈൻ കോഴിയായ ട്രെവറിനെയും മറ്റൊരുത്തനെയും. ആദ്യമേ ബേല ഉണ്ടായിരുന്ന സമയം മെഡാലിയൻ ഗ്ലോ ചെയ്യാതിരുന്നതിനെക്കുറിച്ച് പറഞ്ഞ ശേഷം പ്രകാശിച്ച സമയം ബേല അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ് താനും ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ കാണിക്കുന്നതിനെ തുടർന്ന് ബെല്ല അല്ലെങ്കിൽ പിന്നെ 5th എലമെന്റ് ആരെന്നും അതെന്തായാലും ഇവിടെ തന്നെ ഉണ്ടെന്നും തലപോയി നിൽക്കുമ്പോൾ താനും മാറി എന്ന് ചിന്തിക്കുന്നത് ജാൻവിക്ക് പവറില്ലാത്തതിനാൽ ജ്വലിക്കില്ലെന്ന് കരുതിയ മെഡാലിയൻ ജ്വലിച്ചു. അപ്പോൾ 5th എലമെന്റ് ഇവിടെയുള്ള ഏത് നാശമാണ്? എന്തായാലും ദൗത്യം വിജയിച്ചിൽ സന്തോഷിക്കുന്ന പറയുന്ന പരമിനോട് ചൂടായി ഇത് നിസ്സാരമായി കാണരുത്, കുട്ടികൾക്ക് വേണ്ടിയാണതെന്നും നീചശക്തികളിൽ നിന്നും രക്ഷ നേടാനുമാണെന്ന് പറയുമ്പോൾ എന്താണ് സത്യത്തിൽ ഈവിൾ ഫോഴ്സ് എന്ന് സംശയിക്കുന്ന പരമിനോട് പഞ്ചഭൂതങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള എല്ലാ ബുക്കിലും ഇതേക്കുറിച്ചുമുണ്ടെന്ന് വിവരിക്കുന്നു. കോൺസലേഷനിൽ 5ാം നക്ഷത്രം തെളിയുന്നത് വഴി 5th എലമെന്റ് വന്നുപെട്ടിട്ടുണ്ടെന്ന് കണക്കാക്കും. കുറേ സമയത്തിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ആരാണ്, ഏതാണ്, എങ്ങനെ കണ്ടുപിടിക്കണമെന്നൊന്നും അറിയില്ല. പക്ഷേ ഈ 5 എലമെന്റ്സും ഒരുമിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലൊരു പവർ രൂപപ്പെടും. ഇതാണ് ഈവിൾ ഫോഴ്സുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ആ ശക്തി നമുക്ക് ചുറ്റുമോ എവിടെയാണേലും നിന്ന് തയ്യാറെടുക്കുകയായിരിക്കാമെന്നൊരു ക്ലാസ് കൊടുത്ത ശേഷം തിരികെ ബാൽക്കണിക്ക് വരുമ്പോൾ കാർത്തികിന് അടുത്ത സംശയം. ജാൻവിയെക്കാളും മൂത്തതാണ് ബെല. യുക്തിപരമായി നോക്കിയാൽ പവർ അവൾക്കാണ് എത്തിച്ചേരേണ്ടത്. തൻ്റെ അറിവിൽ ഡയറായെ ഇങ്ങനെ രണ്ടാമത് ജനിക്കുന്ന അവകാശിക്ക് ഇത് ലഭിക്കുള്ളൂവെന്നും ആദ്യ അവകാശി മരിച്ചാൽ മാത്രമാണ് രണ്ടാമത്തെ കുട്ടിക്ക് പവർ വന്നു ചേരുന്നതെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന താനുവിന് വേറെ ചിന്തകൾ വരുന്നു. ബേലയ്ക്ക് അവളുടെ ശക്തി തിരിച്ചറിയാൻ കഴിഞ്ഞാലാണ് പ്രശ്നം. എന്നാൽ അത് അവളെ അറിയാതിരിക്കുന്നതിനും ജാൻവിയിലേക്ക് പവർ എത്താനും താനും ഒരു പദ്ധതി ഇടുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബേലയുടെ മരണം.